ഇപ്പോൾ ദില്ലിയിൽ നടക്കുന്ന CJP പ്രൊട്ടക്ഷന് പിന്തുണ അറിയിച്ചുകൊണ്ട് പാലക്കാടും SFIയുടെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി ദില്ലിയിൽ നിന്നും രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അടക്കം ഈ പ്രതിഷേധം മാറുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇപ്പോൾ SFIയുടെ ഈ പ്രതിഷേധം ചൂണ്ടിക്കാണിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ച അതുപോലെ തന്നെ നീറ്റ് പരീക്ഷാ ക്രമക്കേടിന് എതിരെയുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് കഴിഞ്ഞ ഒരു മാസ കാലയളവിൽ നമ്മൾ ദില്ലിയിൽ കണ്ടത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് SFIയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി സന്തോഷ് സർലയും കൂടി ചേരുന്നുണ്ട്. സന്തോഷ്, എന്തൊക്കെയാണ് SFI ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരാവശ്യമെന്ന് പറയുന്നത്? CJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പാലക്കാട് ഇത്തരമൊരു പ്രതിഷേധ പ്രകടനം നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് പാലക്കാട് പ്രതിഷേധ പ്രകടനം ആരംഭിച്ചത്. ഈ CJPക്ക്, അതായത് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രക്ഷോഭങ്ങൾ, കുട്ടികളെ വിദ്യാർത്ഥികളെയൊക്കെ അടിച്ചൊതുക്കുന്നു, ഇതിനെതിരെ ഉള്ള ഒരു പിന്തുണയുടെ ഭാഗമായിട്ടായിരുന്നു പ്രതിഷേധം. പക്ഷേ ഈ സമാധാനപരമായി ഇവിടെ സെൻട്രൽ പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ സമരത്തിനെതിരെ പോലീസ് പെട്ടെന്ന് തന്നെ ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. ഇത് അസാധാരണ സാഹചര്യങ്ങളിലേക്ക് പോയി. സാധാരണ ഇവിടെ അങ്ങനെ പതിവുള്ളതല്ല, പക്ഷെ എന്തായാലും അത് രൂക്ഷമായ തരത്തിലുള്ള വിദ്യാർത്ഥികളും പോലീസും തമ്മിലുള്ള വാഗ്വാദത്തിലേക്ക് പോയി. കുറെ സമയം, ഒരു 5-10 മിനിറ്റോളം തുടർച്ചയായി തന്നെ ജലപീരങ്കിയെ പ്രയോഗിക്കുന്നുണ്ടായിരുന്നു വിദ്യാർത്ഥികൾക്ക് നേരെ. ഇതേ തുടർന്ന് പോലീസുമായിട്ടുള്ള ഇപ്പോഴുള്ള തർക്കത്തെ തുടർന്ന് ഇപ്പൊ ജലപീരങ്കി നിർത്തിയിട്ടെങ്കിലും പിന്നീട് വീണ്ടും രണ്ടാമതും ജലപീരങ്കി വിദ്യാർത്ഥികൾക്കിടയിൽ പ്രയോഗിച്ച് ഇപ്പോൾ ഈ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധ സമരം തുടരുകയാണ്. തീർച്ചയായും സന്തോഷ്, അതുപോലെ തന്നെയാണ് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ദില്ലിയിൽ ദില്ലി പോലീസും അതുപോലെ തന്നെ ഭരണവും നടത്തുന്ന ഒരു ക്രൂരത വിദ്യാർത്ഥികൾക്ക് നേരെ, CJPയുടെ പ്രതിഷേധത്തിന് നേരെ ദില്ലിയിൽ നടന്ന ഒരു ക്രൂരത നമ്മൾ കണ്ടതാണ്. ജനാധിപത്യത്തിൻ്റെ ഇരുണ്ട ദിനങ്ങൾ തന്നെയായിരുന്നു അതെന്ന് സൂചിപ്പിക്കുന്നു. അതിന് പിന്തുണയുമായി ആദ്യത്തിൽ തന്നെ ഇടതു സംഘടനകളടക്കം CJPക്ക് പൂർണ്ണ പിന്തുണയുമായി ഡൽഹിയിലെത്തിയിരുന്നു. SFI വിദ്യാർത്ഥികളടക്കം സമരത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോയിരുന്നു. സോനം വാങ്ചുങ്ങിനെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിനെ തുടർന്ന് SFI നേതാക്കളടക്കം നിരാഹാരം സമരത്തിലേക്ക് അടക്കം ഏർപ്പെടുന്ന ഒരു സന്ദർഭം അടക്കം നമ്മൾ കണ്ടതാണ് ദില്ലിയിൽ. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി ഇതിൻ്റെ അലയൊലികൾ ഉണ്ടാവുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പാലക്കാടും ഇത്തരമൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്, അല്ലേ? കുറെ ദിവസങ്ങളായി, അതായത് ഡൽഹി കേന്ദ്രീകരിച്ച് CJP അടക്കമുള്ളവർ പ്രതിഷേധ സമരം നടത്തുമ്പോൾ അതിന് വലിയ പിന്തുണയുമായി SFI ഇത് കൂടാതെ പ്രാദേശിക മറ്റ് സംഘടനകൾ, DYFI അടക്കമുള്ള സംഘടനകൾ ഈ സമരവേദിയിൽ നേരിട്ടെത്തി തന്നെ SFI തങ്ങളുടെ പിന്തുണ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഇന്നലെ വലിയ രീതിയിൽ ഇവരെ അടിച്ചമർത്തുന്ന രീതിയിലേക്ക് പോയതോടുകൂടിയാണ് പിന്തുണ പ്രഖ്യാപിച്ച വിദ്യാർത്ഥികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അതിന്റെ അലയൊലികളാണ് പാലക്കാടും സംഭവിക്കുന്നത്. SFIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബിപിൻ പാലക്കാട് ഈ പ്രതിഷേധ സമരത്തെ ഇപ്പോൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. ഈ സമരം സമാധാനപരമായി ആദ്യം DC ഓഫീസിൽ നിന്ന് ആരംഭിച്ച് ഏകദേശം 1/2 കിലോമീറ്റർ താണ്ടി ഇപ്പോൾ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മുമ്പിൽ എത്തിയപ്പോഴാണ് പോലീസ് പെട്ടെന്ന് ജലപീരങ്കി പ്രയോഗിക്കുന്ന തരത്തിലേക്ക് പരസ്പരം ഒന്നും തള്ളുമുണ്ടായി വാഗ്വാദത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. അങ്ങനെ 2 തവണ പോലീസ് വിദ്യാർത്ഥികൾക്ക് നേരെ ജലപീരങ്കി. പക്ഷെ അതിലൊന്നും ഈ പ്രതിഷേധമാണ് എന്നൊരു സാഹചര്യമൊന്നുമല്ല. ഇപ്പോഴും പ്രതിഷേധം തുടരുന്നു. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അടക്കമുള്ളവർ ഇപ്പോൾ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. തീർച്ചയായും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അംബേദ്കറിൻ്റെ അടക്കം ഫോട്ടോ ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ SFI പ്രതിഷേധ മാർച്ചിലേക്ക് എത്തിയിട്ടുള്ളത്. തീർച്ചയായും ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭരണം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് കൂടി എതിരായി മാറിയിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക എന്നൊരാവശ്യം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു മാസക്കാലം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ ജന്തർ മന്ദറിൽ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ പരിസ്ഥിതി പ്രവർത്തകനും സാമൂഹിക പ്രവർത്തനവുമായ സോനം വാങ്ചുങ് അടക്കം നിരാഹാര സമരം കിടക്കുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് സോനം വാങ്ചുങ്ങിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അതിൻ്റെ ഭാഗമായി പിന്നീട് CJPയുടെ മറ്റ് അഭിജിത് ദീപ്കെ അതുപോലെ തന്നെ SFI നേതാക്കളടക്കം നിരാഹാര സമരത്തിൽ ഏർപ്പെടുന്നു. അതിന് പിന്നാലെയായിരുന്നു കഴിഞ്ഞ ദിവസം ദില്ലിയിൽ പോലീസ് ലാത്തിചാർജ്, പ്രതിഷേധത്തിനെത്തിയവർക്ക് നേരെ ലാത്തി വീശുകയും മറ്റ് ക്രൂരമായ നടപടികളടക്കം നമ്മൾ കണ്ടതാണ്.
ഇപ്പോൾ കേരളത്തിലും അതിൻ്റെ ഭാഗമായുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് ജില്ലകളിലടക്കം പ്രത്യേകിച്ച് SFIയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ ഏത് പ്രശ്നത്തിലും എന്നും മുന്നിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് SFI എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഇത്തരം ഒരു പ്രതിഷേധത്തിന് കൂടി SFI നേതൃത്വം നൽകുന്നത്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അംബേദ്കറിന്റെ ചിത്രം ഉയർത്തിക്കൊണ്ട് തന്നെയായിരുന്നു CJPയുടെ പ്രതിഷേധവും നമ്മൾ കണ്ടത്. ഇപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് SFI കൂടി അതിനെ പിന്തുണയിക്കൊണ്ട് ഇപ്പോൾ പാലക്കാടും ഇത്തരം ഒരു പ്രതിഷേധം നടത്തുന്നത്, അല്ലേ? തീർച്ചയായും. അതായത് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു സ്ഥലത്ത്, അതായത് രാജ്യ തലസ്ഥാനത്ത് വിദ്യാർത്ഥികളെ അടിച്ചമർത്തി എന്നതുകൊണ്ട് പെട്ടെന്ന് അടങ്ങു പോകുന്നതൊന്നുമല്ല ഇക്കാലത്ത് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. കാരണം അവരുടെ ഭാവിയെ ബാധിക്കുന്ന തരത്തിലുള്ള നിസ്സംഗതയാണ് തുടർച്ചയായി കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുണ്ടാകുന്നത്. നീറ്റ് പരീക്ഷ അടക്കമുള്ള അവർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അവർ ചുവടുവയ്പ്പാണ്. അതാണ് അഴിമതിക്ക് വിധേയമായിരിക്കുന്നത്. പല തരത്തിലുള്ള ഇടനിലക്കാട് ചൂഷണത്തിന് ഇടയുമായിരിക്കുന്നത്. ചോദ്യപേപ്പർ അടക്കമുള്ള കാര്യങ്ങൾ അതൊക്കെ അന്വേഷിച്ചുകൊണ്ട് ഇതിന് പിന്നിൽ വലിയൊരു മാഫിയ സംഘമാണ് എന്ന് പോലും സംശയിക്കില്ല. അതായത് വിദ്യാർത്ഥികളുടെ ഭാവിക്ക് അത്ര വിലയെ കേന്ദ്ര സർക്കാർ നൽകുന്നുള്ളൂ. അതാണ് ഈ വിദ്യാർത്ഥികളെ രാഷ്ട്രീയ ഭേദമന്യേ ഈ തെരുവിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ കണ്ടത്, ഇപ്പോൾ നമ്മൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണുന്നത് ഈ പ്രതിഷേധത്തിനൊന്നും ഏതെങ്കിലും ില്ല. അത് അവരുടെ ഭാവിയെ ബാധിക്കുന്നതാണ്, അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് വലിയ ഉത്സവവുമായി എല്ലാവരും ഏതൊക്കെ തരത്തിൽ അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഇപ്പൊ പാലക്കാട് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടതാണല്ലോ, പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. അതൊരു ചെറിയ കൂട്ടമാണ് എന്നൊന്നും അവരുടെ ഒരു പ്രശ്നമല്ല. അടിച്ചമർത്തുക എന്നത് തന്നെയാണ്. പക്ഷെ അത്തരത്തിൽ അടിച്ചമർത്തുന്നതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ഇവരുടെ ആ പ്രതിഷേധമൊന്നും അടങ്ങുന്നില്ല. അത് തുടരുക തന്നെ ചെയ്യുന്നു. കൂടുതൽ വിദ്യാർത്ഥികൾ സമരസ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും നമ്മൾ നേരത്തെ രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കൾ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ദില്ലിയിൽ ഇടത് MPമാർ ഒരു പ്രതിഷേധം നടത്തിയിരുന്നു. കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തു നിന്നോ പോലും ഇത്തരമൊരു പ്രതിഷേധത്തിന് ഒരു പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു നടപടിയും നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ ഇടത് നേതാക്കളും ഇടത് വിദ്യാർത്ഥി സംഘടന ഉൾപ്പെടെ ആദ്യം തൊട്ട് തന്നെ CJPക്ക് പൂർണ്ണ പിന്തുണയേകുന്ന ഒരു നില നമ്മൾ കാണുകയും ചെയ്തതാണ്. CJPയുടെ ആവശ്യമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് CJP ഇപ്പോൾ തിരവിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട്, ചോദ്യപേപ്പർ ചോർച്ച, അതുപോലെ തന്നെ 22 കുട്ടികളാണ് ഇതിൻ്റെ ഭാഗമായി നീറ്റ് പരീക്ഷാ ക്രമക്കേടിൻ്റെ ഭാഗമായി ജീവൻ പൊലിയുന്നൊരു നില നമ്മൾ കണ്ടത്. അതിൻ്റെ എല്ലാം ഭാഗമായി തന്നെയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് CJP പ്രതിഷേധം നടത്തിയത്. ആ പ്രതിഷേധത്തിനായിരുന്നു സോനം വാങ്ചു, പരിസ്ഥിതി പ്രവർത്തകനായിട്ടുള്ള സോനം വാങ്ചു അതിന് പിന്തുണയിക്കൊണ്ട് നിരാഹാര സമരത്തിന് ഏർപ്പെട്ടുള്ളത്. 20 ദിവസം കഴിഞ്ഞതിന് ശേഷമായിരുന്നു അത്തരമൊരു പ്രതിഷേധത്തിന് പോലും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും കണ്ണു തുറക്കുന്ന അതുവരെ മൗനം പാലിച്ചുകൊണ്ടായിരുന്നു കേന്ദ്രവും അതുപോലെ തന്നെ ദില്ലി ഭരണകൂടവും അടക്കമുണ്ടായത്, BJP ഭരണകൂടം അടക്കമുണ്ടായത്. അത്രയും സമയം മൗനം പാലിച്ചുകൊണ്ടായിരുന്നു. എന്നാൽ ഈ പ്രതിഷേധം ഇനിയും ആളിക്കത്തും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇനിയും ഇതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികളടക്കം അല്ലെങ്കിൽ ജനങ്ങളടക്കം തെരുവിലേക്ക് ഇറങ്ങും. രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലടക്കം ഇതിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ഇനിയും തെരുവിലേക്ക് ഇറങ്ങും എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാവണം ഈ ഒരു പ്രതിഷേധം അടിച്ചമർത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെ കേന്ദ്രം ഇതിനെതിരെ ശക്തമായ തിരിച്ചടി എടുത്തിട്ടുണ്ടായിരുന്നത്. ദില്ലി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ലാത്തി ചാർജ് അത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ നമ്മളെ അടക്കം വേദന ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഒരു ജനാധിപത്യത്തിൻ്റെ ഇരുണ്ട ദിനങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ ദില്ലിയിൽ കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളും അതിൻ്റെ ഭാഗമായി DYFI അതുപോലെ ഇടത് പോഷക സംഘടനകൾ അടക്കം പ്രതിഷേധത്തിനായി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്.